ഹൈഗ്രേഡ് ബി സെൽ ലിംഫോമ രോഗിയായ 47-കാരനിൽ കാർട്ടിസെൽ തെറാപ്പി ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയതായി റിപ്പോർട്ട്. തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ക്യാൻസർ സെന്ററിലാണ് ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയത്. ഫസ്റ്റ് ലൈൻ കീമോതെറാപ്പിയോട് രോഗിയുടെ ശരീരം പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് നൂതന ചികിത്സാ രീതിയിലേക്ക് മെഡിക്കൽ സംഘം നീങ്ങിയത്. അപൂർവവും അതീവ ഗുരുതരവുമായ ബി സെൽ നോൺ ഹോഡ്ജ്കിൻ ലിംഫോമയുടെ വകഭേദമായിരുന്നു രോഗിയിൽ ഉണ്ടായിരുന്നത്. മനുഷ്യശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലെ ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്ന പ്രത്യേകതരം രക്താർബുദമാണ് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. കീമോതെറാപ്പിയുടെ 6 സൈക്കിളുകൾ പിന്നിട്ടിട്ടും രോഗബാധ ഗുരുതരമായി തുടരുന്നു എന്ന് പെറ്റ് സ്കാനിൽ കണ്ടെത്തി. തുടർന്ന് ഹെമറ്റോ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബിജയ് പി നായർ നേതൃത്വം നൽകിയ കിംസ് ഹെൽത്തിലെ മെഡിക്കൽ സംഘം കാർട്ട് തെറാപ്പിയാണ് അനുയോജ്യ ചികിത്സാ രീതിയെന്ന് നിർണ്ണയിക്കുകയായിരുന്നു. ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുവാനായി രോഗിയുടെ രക്തത്തിലെ ശ്വേതരക്താണുക്കളിൽ ഒരു വിഭാഗമായ ടി സെല്ലുകളിൽ ജനിതക മാറ്റങ്ങൾ വരുത്തുന്ന ഒറ്റത്തവണയായുള്ള ചികിത്സാ രീതിയാണ് ഇത്. ലിംഫോമയ്ക്കെതിരെ പൊരുതുവാൻ ശരീരത്തിലെ രോഗപ്രതിരോധ സെല്ലുകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യത്യസ്ത രീതിയിലാണ് കാർട്ടിസെൽ തെറാപ്പി പ്രവർത്തിക്കുന്നത് എന്നതിനാൽ രോഗിക്ക് അനുയോജ്യവുമായ ഏറ്റവും മികച്ച ചികിത്സാ രീതി തന്നെയായിരുന്നു ഇത് എന്ന് ഡോക്ടർ ബിജോയ് പി നായർ വ്യക്തമാക്കി. ജനിതക മാറ്റം വരുത്തിയ ടി സെല്ലുകളുടെ എൻഗ്രാഫ്റ്റ്മെന്റിനായി രോഗിയുടെ ശരീരത്തെ സജ്ജമാക്കുന്നതിനായി കീമോതെറാപ്പിയും നൽകി. തുടർന്ന് രോഗിയുടെ രക്തത്തിൽ നിന്നും ടി സെല്ലുകൾ വേർതിരിച്ച് ലാബോറട്ടറിയിൽ അവയെ ജനിതക മാറ്റം വരുത്തി രോഗിയിൽ തിരികെ നിക്ഷേപിക്കും. ക്യാൻസർ കോശങ്ങളെ കൂടുതൽ കൃത്യമായി തിരിച്ചറിയാനും നശിപ്പിക്കാനുമുള്ള ശേഷി ഈ ടി സെല്ലുകൾക്ക് കൃത്യമായി നൽകുന്നു. ഈ കോശങ്ങൾ ലിംഫോമയ്ക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം ഉറപ്പാക്കുവാൻ ജനിതക മാറ്റം വരുത്തിയ സെല്ലുകൾ പെരുകുകയും ചെയ്യുന്നതാണ്.